കൊല്ലത്തെ തീരങ്ങളിൽ അടിഞ്ഞ MSC എൽസ 3 കപ്പലിലെ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് തുടരുന്നു. 27-ലധികം കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ കൊല്ലം പോർട്ടിലേക്ക് എത്തിച്ചു. വരും ദിവസങ്ങളിലും സുരക്ഷിതമായി കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. നീണ്ടകര, പരിമണം, തിരുമുല്ലവാരം തുടങ്ങിയ തീരങ്ങളിൽ നിന്നാണ് കണ്ടെയ്നറുകൾ വീണ്ടെടുക്കുന്ന പ്രവർത്തനം തുടരുന്നത്. 44 കണ്ടെയ്നറുകൾ ജില്ലയുടെ വിവിധ തീരങ്ങളിലായി അടിഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ കടൽമാർഗം കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നാലെയാണ് കരമാർഗം തിരഞ്ഞെടുത്തത്. ഇതിനായി കപ്പൽ കമ്പനിയായ MSC നിയോഗിച്ചിട്ടുള്ളത് മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്റർ എന്ന മെർക്കിനെയാണ്. മെർക്കിന്റെ നിർദ്ദേശപ്രകാരം ഡീപ് വേവ് ഷിപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ അധികൃതരാണ് നീണ്ടകര ഭാഗത്തും ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. അപകടങ്ങളില്ലാതെ പരിചയസമ്പന്നരായ ജീവനക്കാരെ ഉപയോഗിച്ച് ചവറ, കരിത്തുറ മുതൽ നീണ്ടകര വരെയുള്ള തീരങ്ങളിൽ നിന്ന് കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലെത്തിച്ചതായി ദൗത്യസംഘം അറിയിച്ചു. നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇനി ഇവിടെ 4 കണ്ടെയ്നറാണ് ഇരിക്കുന്നത്. ഇതിന് അപ്രോച്ച് റോഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്രോച്ച് റോഡ് ക്ലിയർ ചെയ്തു. ബാലൻസ് ഇനി ഒരു പീസ് മാത്രം പുത്തൻതറയിലുണ്ട്. അതും നാളത്തോടുകൂടി കംപ്ലീറ്റ് ആവും. ശക്തികുളങ്ങര, നീണ്ടകര പോർട്ട് വരെ ഉള്ളതെല്ലാം കംപ്ലീറ്റ് ആവും. വളരെ റിസ്ക് ആയിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് ഇരുന്നതായിരുന്നു. നാട്ടുകാരുടെ എല്ലാം നല്ല സഹായം ഉണ്ടായിരുന്നു. എങ്കിലും ടോട്ടലി നമ്മൾ ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാത്ത രീതി കൂടെ, കാരണം ഇത് ഒരു പീസെങ്കിലും ബാലൻസ് ഇതിനകത്ത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഷർമാൻ അവരുടെ വലകൾ പൊട്ടാനും മറ്റു കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ളതിനാൽ എല്ലാ പീസുകളും, ചെറിയ പീസുകൾ ഉൾപ്പെടെ നമ്മൾ നാട്ടുകാരുടെ സഹായത്തോടുകൂടി, നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ലേബർ ഉണ്ടായിരുന്നു, അവരും നാട്ടുകാരുടെ സഹായത്തോടുകൂടി നമ്മളെല്ലാവരും മൂവ് ചെയ്തിട്ടുണ്ട്. കരുത്തുറ മുതൽ നീണ്ടകര വരെയുള്ള 11 കണ്ടെയ്നറുകളാണ് സംഘം പോർട്ടിലേക്ക് എത്തിച്ചത്. ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകളോടെയും പ്രാദേശിക പിന്തുണയോടെയും പ്രവർത്തനം തുടരും. കടലിനുള്ളിൽ ഷിപ്പിന്റെ അടിത്തട്ടിലുള്ള കണ്ടെയ്നറുകളല്ലാതെ ബാലൻസ് ഉള്ള കണ്ടെയ്നറുകളുള്ള ഈ വലിയേറ്റ സമയത്തെല്ലാം ഇവിടെ മുതൽ ഇങ്ങോട്ട് അടിഞ്ഞിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തും എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൈമൾട്ടേനിയസ്ലി ട്രിവാൻഡ്രം, ആലപ്പുഴ, കാപ്പാട് ആ ഭാഗങ്ങളിലെ എടുത്തുകൊണ്ടിരിക്കുക. കിടക്കുന്നത് അതുകൊണ്ട്. പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ എടുക്കാൻ പോയ സ്ഥലങ്ങളിൽ അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരും നമ്മളോടൊപ്പം. അതിനകത്ത് പല ആളുകളെയും നമ്മൾ ഹയർ ചെയ്തിരുന്നു. നമുക്ക് കടലിനുള്ളിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ പീസുകൾ എടുക്കാൻ എല്ലാം വളരെ സേഫ്റ്റിയോടുകൂടി തന്നെ നമ്മൾ. ദുർഘടമായ പലയിടത്തും പാതയൊരുക്കിയാണ് നീക്കം ചെയ്യുക. കണ്ടെയ്നറുകൾക്കൊപ്പമുണ്ടായിരുന്ന അവശിഷ്ടങ്ങളും നീക്കം ചെയ്യും. നിലവിൽ കരയ്ക്കടിഞ്ഞ കണ്ടെയ്നറുകളിലൊന്നും രാസപദാർത്ഥങ്ങളില്ലെന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം നാശനഷ്ടങ്ങൾ കണക്കാക്കിയുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കൊല്ലം.